അസ്സലാമലൈക്കും. ഔവാജി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മൈദയും ചിക്കനും മുട്ടയും വെച്ചിട്ട് ഒരു ദമ്മു റൊട്ടിയാക്കാൻ പോവാണ്. ഇതിലേക്കുള്ള സാധനം പറഞ്ഞു തരാം. ഇന്ന് ചിക്കനും പിന്നെ മൈദയും കൊണ്ടൊരു ദമ്മു റൊട്ടി ഉണ്ടാക്കാൻ പോവാണ് ഞാനിതാ. ഇത് സംഭവം നമ്മളെ കട്ട്ലേറ്റിൻ്റെ മസാലയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകാൻ അതിലേക്ക് 2 വേവിച്ച ഉരുളക്കിഴങ്ങ് ഒരെണ്ണം ഞാൻ വലുതെടുത്തിട്ട് പകുതിയാക്കിയതാണിത്. ഒരു 1/2 കിലോ ചിക്കൻ പൊടിയായിട്ട് എടുത്തിട്ടുണ്ട്. പൊടി തന്നെ ഭയങ്കര പൊടിയായിട്ടില്ല. കണ്ട ഇതെല്ലാം കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് ഇതിലൊരു ടേസ്റ്റ് പോലെ. ഇത് കണ്ട ഇത് കൊണ്ട് ഞാൻ ഇന്നൊരു ദമ്മു റൊട്ടി ഉണ്ടാക്കാൻ പോകണേ. ഇനിയിപ്പോൾ മൈദ വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് കുഴച്ച് വെക്കണം. ഇന്ന് ഞാൻ ഇതിലേക്ക് വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചിട്ട് ഞാൻ കൊടുക്കാനിപ്പോൾ ഇവിടെ ഒന്ന് ചൂടാകുമ്പോൾ നമ്മളൊരു പാം ഓയിൽ ഒരു 50 ഗ്രാം പാം ഓയിൽ വെച്ച് കൊടുക്കാം. 50 ഗ്രാമിൻ്റെ പാം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു 3 ഉള്ളി, വലിയ ഉള്ളി 3 ഞാൻ മുറിച്ച് വെച്ചാണ്. കാരണം ഇത് വലിയ കഷ്ണമാണ്. ഇത് ചെറിയ പൊടിയല്ല. ഈ രീതി നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. അതുവേണ്ടി ഞാനിത് ഇതേപോലെ ഇട്ട് വെക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഇതിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചെടുക്കാം. നല്ലൊന്ന് ഇതിൻ്റെ ഇടയിലൊന്ന് നമുക്ക് കട്ടി കിട്ടാനാണ് ഇത് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇത് പൊടിയായിട്ട് നല്ലൊരു കട്ടി കിട്ടും നമുക്ക് അപ്പത്തിന്. ഇത് 4 മണിൻ്റെ ഒരു പലഹാരമാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് കട്ടി കിട്ടും. അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക. അത് വലിയ പൊടിയാക്കണമെന്നില്ല. ഇതും ഇതേപോലെ നമുക്കെല്ലാം ഈ വായ്ക്ക് കിട്ടാനുള്ളൊരു രീതിയാണ് ഇതിൻ്റെ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കുറേ മൂക്കണമെന്നില്ലല്ലോ ഉള്ളി. അപ്പോൾ ഉള്ളി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ മതി. കാരണം ഇത് അപ്പത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്കെല്ലാം ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കുറേ മൂക്കാനില്ല. അപ്പോൾ എണ്ണയിൽ കിടന്നിട്ട് കുറച്ചൊന്ന് ഉരുളക്കിഴങ്ങും ഈ ഉള്ളി എല്ലാം കൂടി ഒന്ന് ചൂടായിട്ട് കിട്ടണം. അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇതും ഇതേപോലെ കണ്ടത് പൊടിച്ച വലിയ പൊടിയാണ്. ഇത് ചെറിയ പൊടിയല്ല. ഇത് നമ്മുടെ വായിക്കെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടിയാണ്. അതും കൂട്ടി കൊടുക്കണം. അതെല്ലാം കൂടി ഒന്ന് ചൂടാണ്. എല്ലാം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ചിക്കൻ ഇട്ടത് കൊണ്ട് ഒന്ന് മൂക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത്തെ ഒരു 2 അപ്പം നമുക്ക് ബാക്കിയായാലും നാളത്തേക്കൊന്ന് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കാൻ പറ്റില്ല. പുളി വരും. അതുകൊണ്ട് ചിക്കൻ ഒന്ന് ചൂടായി കിട്ടണം. ചിക്കൻ ഇതേപോലെ വെന്ത രീതിയിലിട്ടാൽ പെട്ടെന്ന് പുളിയെല്ലാം വരും. ഉള്ളിലേക്കെല്ലാം ഒരു പുളി വന്നാൽ അപ്പം നേരം നമുക്ക് തിന്നാൻ പറ്റില്ല പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ ഒന്ന് ബാക്കിയായി കഴിഞ്ഞാലും ഫ്രിഡ്ജിലെല്ലാം വെച്ചാൽ പിറ്റേ ദിവസം എടുക്കാം. അതിനാണ് ചിക്കൻ ഞാൻ ചൂടാക്കി എടുക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. കാരണം ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ വേവുമ്പോൾ. അപ്പോൾ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. മല്ലി, മുളക്, പെരുംജീരകം ഒക്കെ പാട് ഞാൻ മിക്സ് ആക്കിയിട്ട് അരച്ച അരപ്പാണ്. കുറച്ച് ഇട്ട് കൊടുക്കാം. അതിൽ പച്ചമുളക് ഇടാനുള്ളത് കൊണ്ട് കുറച്ചിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കാം. ഇതേ മതി. കാരണം ഇത് പച്ചമുളക് ഇടുന്നത് കൊണ്ട് നല്ല എരിവുണ്ടാവും. ഈ പച്ചമുളക് ഞാൻ പൊടിച്ച് വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല എരിവ് കിട്ടും. ഇതാ പച്ചമുളക് ഒരു 4 പച്ചമുളക് ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചതാണ് മിക്സിയിൽ. അതും കൂടി ഇട്ട് കൊടുക്കില്ല. എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കണം ഇതിലേക്ക്. അപ്പോഴേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ മല്ലിയില, ഒരു പിടി മല്ലിയില ഉണ്ട്. ചെറുതായി അരിഞ്ഞ ഒരു 4 കരിവേപ്പില, 1 സ്പൂണ് ഇഞ്ചി, 1 സ്പൂൺ വെള്ളുള്ളി. ഇത് പേസ്റ്റാക്കി വെച്ചതാണ് ഞാൻ പൊടിച്ച് വെച്ചത്. മിക്സിയിലൊന്ന് പൊടിച്ചത്. നല്ലോണം നമ്മളെ പേസ്റ്റല്ല. ഇതാ പുതിന ചൊപ്പ്. ഞാൻ എല്ലാത്തിലേക്കും ഒരു പുതിന ചൊപ്പ് ഇടണം. അത് കാരണം നമുക്കൊരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എണ്ണേൻ്റെ ഒക്കെ തിന്നുമ്പോൾ അത് പറ്റില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്ക് എപ്പോഴും പുതിന ഇട്ട് കൊടുക്കണം. നമ്മുടെ വായിക്കേക്ക് നല്ലതാണ് പുതിന. അതുകൊണ്ട് പുതിന ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലി, ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ചൊരു കളറിന് വേണ്ടി കുറച്ച് ഗരം മസാല നമ്മളൊന്ന് പാറ്റി കൊടുക്കുക. ഇന്ന് കുറേ വേണമെന്നില്ല, ഒരു കുറച്ച് ഒന്നിങ്ങനെ പാറ്റി കൊടുക്കുക. ഇതേപോലെ കുറച്ച് കുരുമുളകും പാറ്റി കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടി കുറച്ചൊരു കണക്ക്. ഇപ്പോൾ ഇതൊന്ന് നല്ല മസാല ഒന്ന് നോക്കണം. ഇപ്പം നേരത്തെ ഇട്ട് വെച്ച ഒരു 2 കപ്പ് മൈദയാണിത്. നമ്മൾ ചായൻ്റെ കപ്പിൽ 2 കപ്പ്, അതായത് 1/4 കിലോ മൈദ. കുറച്ചൊരു നുള്ളു ഉപ്പിൻ്റെ പൊടി. ആവശ്യാനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കണം. നല്ലോണം നമ്മുടെ ചപ്പാത്തിൻ്റെ പരുവത്ത് കുഴക്കുക. അതിലേക്ക് 1 സ്പൂണ് എണ്ണ വെച്ച് കൊടുക്കുക. 1 സ്പൂണിൻ്റെ അളവിൽ എണ്ണ വെച്ച് കൊടുക്കുക. അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
എന്നിട്ട് ഇത് നല്ല കൈ കൊണ്ട് നല്ല ഞാൻ ഒന്ന് കുഴക്കണം. ഇപ്പം കണ്ട ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ചെയ്യണം. നല്ല ലൂസിൽ കുഴക്കണം. അപ്പോൾ കുറച്ച് ഓയിൽ കൂട്ടിയാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും നമുക്ക്. ഇത് ചെറിയ ഉണ്ടാക്കുക. ഇതൊരു 8 അപ്പത്തിൻ്റെ ഒരു പണിയാണ് ഇപ്പോൾ എൻ്റെത്. ഇത്രയും മതി. ഇതേപോലെ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മളിനി പരത്തി കൊടുക്കും. ഇപ്പോൾ ഇത് ചട്ടി ചൂടായിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ കനം കുറച്ചിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതേപോലെ ചൂടാക്കി എടുക്കാം. 1/4 കിലോ മാവ് കൊണ്ട് ഞാൻ ഒരു 15-16 അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേപോലെ. ഇനി ഇതേപോലെ ഇതെല്ലാം ഇത് കണ്ട ഇതെല്ലാം ഇതേപോലത്തെ റൗണ്ട് വരണം, കനം കുറഞ്ഞിട്ട് വരണം. ഈ മുട്ട ഈ 1/2 കിലോ ചിക്കൻ്റെ ഇതിലേക്കുള്ള 5 മുട്ട വേണം. അതുപോലെ പൊട്ടിച്ചിട്ട് ഒരു പെട്ടെന്ന് പ്ലേറ്റിലേക്ക് ഇടാം. കുറച്ചൊന്ന് ഒരു കുരുമുളക് ഇട്ട് കൊടുക്കും. ഒരു 1/2 സ്പൂൺ എടുത്ത് കൊടുക്കും. നല്ലൊരു ഇത് വെച്ചുകൊണ്ട് ഞാൻ ഇതൊന്ന് കലക്കി കൊടുക്കാം. നല്ല ചട്ടി ഇതിങ്ങനെ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ചെറിയായിട്ടുണ്ട് കയ്യിലേക്ക് നെയ്യ് വേണം. ഇതൊരു 50 ഗ്രാം തൊട്ട് നെയ്യ് വേണം. ഇതൊന്ന് ഫസ്റ്റ് ഇപ്പം ഞാൻ കലക്കി കൊടുക്കാം. ഇത് ഓരോരോ കപ്പ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കില്ലേ. ഇതേ രീതിയിൽ എല്ലാ ലെയറിലും വെച്ച് കൊടുക്കാം. ഒരു ടൈറ്റുള്ള ചട്ടിയാണെങ്കിൽ നല്ലതുണ്ടാവും. ഇത് ഞാൻ ദമ്മിടുന്ന കൊണ്ട് ഇങ്ങനത്തെ ചട്ടി തന്നെ ഇതിന് പറ്റുള്ളൂ. ദമ്മിടുന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഈ പരന്ന ചട്ടി വേണം. മറ്റേത് ഇതേപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതേപോലെ ഞാൻ 5 ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ദമ്മിലേക്ക് വെച്ചേക്കാണ്. അപ്പോൾ ഇതിലേക്ക് ചെറിയ തീ ആക്കണം. ഇതിപ്പോൾ ഞാൻ തീ വലുതാക്കിയിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നെയ്യ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വലുതാക്കാണ്. ഇപ്പോൾ തീ ഇതിലേക്ക് ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ ഇപ്പം ഇതിങ്ങനെ ഇത് അടക്കുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്നും ഇങ്ങനെ ആഡാക്കി കൊടുക്കാം. നെയ്യ് കൊടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യിൻ്റെയും. പിന്നെ ഇതിൻ്റെ എല്ലാം കൂടി ഒരു സ്മെല്ല് നല്ലൊരു നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. കുറച്ച് ഇട്ട് കൊടുക്കാം നെയ്യ്, കുറേ ഒന്നും വേണ്ട. ഇതിന് കണക്കിനൊരു നെയ്യ് ഇട്ട് കൊടുക്കാം. 1 സ്പൂണിൻ്റെ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ബന്ധാക്കി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നല്ല ബന്തിൽ ചെറിയ തീയിൽ വേവണം. അപ്പോൾ ഇത് നമുക്ക് കരിയാതെ കിട്ടും. അപ്പോൾ ഇതേ പരുവത്തായിട്ടുണ്ട്. പക്ഷേ ഇതെന്താ ഒട്ടിയിട്ടില്ലെന്നൊന്നും വിചാരിക്കണ്ട. ഇതിപ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ ഒട്ടും. ഒന്ന് മറിച്ചിട്ടാൽ ഇതേപോലെ ഇതൊന്ന് മറിച്ച് ഇതേപോലെ ഇനി ഒന്നും കൂടി ഒട്ടാവും. ചെറിയ തീയാക്കിയിട്ട് വെച്ചേക്കാം. ഇതിപ്പോൾ എൻ്റെ റെഡി ആയിട്ടുണ്ട്. കണ്ട ഇതപ്പോൾ തിരിച്ചും മറിച്ചും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ല തണുത്തിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ കമത്തി വെച്ചിട്ട് നമുക്ക് മുറിക്കാൻ എന്താ കണ്ട ഇതെല്ലാം ഒരേപോലെ ആയിട്ട് നല്ല ഇതായിട്ടുണ്ട്. നോക്കി ഇതിനിപ്പോൾ നമ്മളിങ്ങനെ കഷ്ണം നമ്മൾ കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ച് കൊടുക്കാം. നമുക്ക് വേണ്ടുന്ന രീതിയിൽ ചെറിയൊരു കത്തി വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇങ്ങനെ കട്ടാക്കിയിട്ട് കൊടുക്കാം. കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണ് ഇതിപ്പോൾ നല്ലത് കട്ടാക്കാനും. പക്ഷെ ഞാനിത് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ വേണോ അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് കട്ടാക്കാതെ എങ്ങനെയുണ്ട് നോക്കി. നല്ല സ്മൂത്തായിട്ടുണ്ടാവും. നല്ലൊരു അപ്പം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നോക്കി എല്ലാവരും ഇന്നിപ്പോൾ എൻ്റെ ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. 4 മണിൻ്റെ ചായൻ്റെ അപ്പം. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണോ, ഷെയർ ചെയ്ത് കൊടുക്കണോ, ലൈക്ക് ചെയ്യണോ, ബെല്ലമർത്തണോ. അസ്സലാമു അലൈക്കും.